കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ സിനിമകളിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയ നടിയാണ് സൗന്ദര്യ. ശ്രീദേവിക്ക് ശേഷം ഇത്രയും രൂപഭംഗിയുള്ള മറ്റൊരു നടി ഉണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്തുതന്നെയായാലും മാതൃഭാഷയായ കന്നഡയിലും പിന്നീട് തെലുങ്കിലും തമിഴിലും എന്ന പോലെ മലയാളത്തിലും അവർക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അവരെയെല്ലാം ഒറ്റയടിക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടാണ് 2004 ഏപ്രിൽ 17 ആ ദുരന്തം സംഭവിച്ചത്. അവരും ഏക സഹോദരനും സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്ന തൽക്ഷണം സൗന്ദര്യ ഓർമ്മയായി. സ്ക്രീനിൽ ഒരേ സമയം സൗന്ദര്യവും അഭിനയ മികവും കൊണ്ട് തിളങ്ങിയ താരമാണ് സൗന്ദര്യ. കാഴ്ചയിലെ ഭംഗിയും ജനപ്രീതിയും മികച്ച അഭിനയവും കൊണ്ട് സൗന്ദര്യ വളരെയധികം പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു. അവർ അവരുടെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. വലിയൊരു പുണ്യം ബാക്കി വെച്ചാണ് അവർ യാത്രയായത്. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അനാഥർക്കുമായി അവർ 3 സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. അമർ സൗന്ദര്യ വിദ്യാലയ എന്ന പേരിൽ സൗന്ദര്യയുടെ അമ്മ ഇന്നും ആ സ്കൂളുകൾ ഭംഗിയായി നടത്തി വരുന്നു. ഈയിടെ സൗന്ദര്യയുമായി അപാര രൂപസാദൃശ്യമുള്ള മലേഷ്യൻ യുവതി ചിത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയുണ്ടായി. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഇൻസ്റ്റയിൽ ചിത്രയ്ക്കുള്ളത്. സൗന്ദര്യയുടെ തനിപ്പകർപ്പെന്ന് തോന്നിക്കും വിധം അത്രയ്ക്ക് രൂപസാദൃശ്യമുണ്ട് ഇരുവരും തമ്മിൽ. ചിത്ര ജനിച്ചതും വളർന്നതുമെല്ലാം മലേഷ്യയിലാണ്. BBA കഴിഞ്ഞു സ്വന്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ സൗന്ദര്യ പോലെയാണെന്ന് ചിത്ര കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുന്നില്ല. ചിത്ര പറയുന്നത് താൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലരും സൗന്ദര്യ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്നു. ടിക്ടോക്ക് വന്നതിന് ശേഷമാണ് ധാരാളം പേർ ഈ രൂപസാദൃശ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. ടൈം പാസിനാണ് ചിത്ര റീലുകൾ ചെയ്തു തുടങ്ങിയത്. ആദ്യ വീഡിയോയിൽ തന്നെ 10K വ്യൂ വന്നു. പിന്നെ ആൾക്കാർ സൗന്ദര്യയുടെ ഡയലോഗ് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് മാത്രം കർണാടക, ആന്ധ്രാപ്രദേശിലുള്ള 10,000K ആരാധകരാണ് ആ വീഡിയോ കണ്ടത്. സൗന്ദര്യ അഭിനയിച്ച് സിനിമകൾ അവതരിപ്പിക്കുമ്പോൾ ആദ്യം അവരുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി അനുവാദം വാങ്ങിയാണ് ചെയ്യാറുള്ളതെന്ന് ചിത്ര പറയുന്നു. സൗന്ദര്യ ജീവനോടെ തിരിച്ചു വന്നോ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ആരാധകരുമായി സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് സംസാരിക്കാറുമുണ്ട് ചിത്ര. അത്തരം ഒരു അനുഭവത്തെക്കുറിച്ച് ചിത്ര ഓർക്കുന്നത് സൗന്ദര്യയെക്കുറിച്ച് ഓർത്ത് കരയുന്ന ആരാധകർ വരെ ഈ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ്. ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്ത ശേഷമാണ് ചിത്ര റീൽസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതെല്ലാം ഇന്ത്യയിൽ വൈറലാവുകയായിരുന്നു. റീൽസ് ചെയ്യുമ്പോൾ വലിയ മേക്കപ്പ് ചെയ്യാറില്ലെങ്കിലും സൗന്ദര്യ സീനിൽ ഉപയോഗിച്ച ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെ ഏതാണ്ട് അതുപോലെ ഫോളോ ചെയ്യാൻ ചിത്ര ശ്രമിക്കാറുണ്ട്. പലരും ചിത്രയോട് ഇന്ത്യയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.